അപ്പോൾ എൻ്റെ സ്വന്തം കുഞ്ഞുമക്കളെ. അപ്പോൾ കോൾബിൻ ചേട്ടനും അമ്മയും കൂടി ആദ്യം തന്നെ ഹോസ്പിറ്റലിലോട്ടാണ് വന്നിട്ട്. കോൾബിൻ ചേട്ടന് 3 ദിവസമായിട്ടാണ് നല്ല പനി. അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ പോയത് മക്കളെ ഉടുപ്പി ഹോട്ടലിലോട്ട്. ഉടുപ്പി ഹോട്ടലിൽ കോൾബിൻ ചേട്ടൻ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓർഡർ ചെയ്യുന്ന ഒരു സാധനമുണ്ട് മക്കളെ. നല്ല വെറൈറ്റി സാധനം, വേറെ ലെവൽ സാധനം. കോൾബിൻ ചേട്ടന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഉടുപ്പി ഹോട്ടലിൽ നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വേറെ ലെവലാക്കിയിട്ടുണ്ട്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. കുറേ ആയി വന്നിട്ട്. നല്ല സെറ്റ് ദോശ മക്കളെ. ഇതാണ് കോൾബിൻ ചേട്ടൻ സാധാരണ ഉടുപ്പിയിൽ കയറിയാലും ഓർഡർ ചെയ്യാറ്. തെറ്റിപ്പോണ്, സൗണ്ട് ഇല്ലാത്തതുകൊണ്ടേ തെറ്റി പോണു മക്കളെ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. ക്യാരറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറും മക്കളെ. നല്ല ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള ദോശ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഉടുപ്പി ഹോട്ടലിൽ വെജിറ്റേറിയൻ മറ്റേ എന്തിട്ടാണ് വേറെ ഉണ്ടല്ലോ, വൃന്ദാവൻ, ഉടുപ്പി അങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ കയറുമ്പോൾ എൻ്റെ മക്കൾ ഓർഡർ ചെയ്യണം കേട്ടോ. സെറ്റ് ദോശ 3 എണ്ണമായിട്ട് വരും. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നെയ്യിലാണ് ഉണ്ടാക്കണത്. കോൾബിൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ ചമ്മന്തിയിൽ മുക്കിയപ്പോൾ കോൾബിൻ ചേട്ടൻ പറയും കൊള്ളത്തില്ല. രണ്ടാമത്തേത് ഒരു മസാലക്കറി ഉണ്ട്, അതിനകത്ത് മുക്കിയപ്പോഴും കോൾബിൻ ചേട്ടൻ പറയും കൊള്ളത്തില്ല. സാമ്പാറിൽ മുക്കിയപ്പോൾ കൊള്ളാം. ചായ വന്നു മക്കളെ. ചായ ഒന്ന് മധുരം കുറവ് ലൈറ്റാണ്. നമുക്ക് കോൾബിൻ ചേട്ടന് എന്തും പോവും, ഒരു പ്രശ്നവുമില്ല. ചായയിൽ മുക്കി കഴിച്ച് അതും കൊള്ളാം മക്കളെ, വേറെ ലെവൽ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കോൾബിൻ ചേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് പോരുക. സൗണ്ട് എങ്ങനെയുണ്ട്? നല്ല ചുമയും പനിയും അല്ലാണ്ട്. ഇത് കണ്ട നല്ല സോഫ്റ്റാണ് മക്കളെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടെ എൻ്റെ മക്കൾ.